Hello guys, welcome back to my YouTube channel. It's me Aishwarya, your own Aishwarya Mansi. ഓക്കെ, അപ്പോൾ നമ്മളിന്നൊരു ഫ്രീ ടൈം മസ്തി വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കണേ. അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ഒരു പീരീഡ് ഫ്രീ കിട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് മസ്തി പറഞ്ഞാൽ കുറച്ച് ഫണ്ണൊക്കെ ആയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണേ. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഫോണിലായിരുന്നല്ലോ വീഡിയോ എടുക്കണം. അത് കാരണം ഞാൻ ഫോൺ അങ്ങനെ ഉപയോഗിച്ചില്ല. നേരത്തെ ബുക്ക് വായിച്ചിരുന്ന് മൈൻഡ് ആക്കണ്ട, കാരണം നമ്മൾ ജസ്റ്റ് ഒരു നേരവും ഫോണിൽ അങ്ങനെ വെറുതെ മറിച്ച് വെക്കാറ്. പിന്നെ തമ്മനയിലൊരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനും കൂടി ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ ബുക്ക് മറിച്ച് നോക്കണ ഒരു ഫോട്ടോ എടുത്തതാണ്. പക്ഷെ അത് ഒരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ പിന്നെ നമ്മൾ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാച്ച്, കാരണം ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഞാൻ വീഡിയോ എടുക്കാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു ലൈബ്രറി ബുക്ക് ഇരിക്കുന്നുണ്ടായിരുന്നു, അതെടുത്തു കേട്ടോ. ഇത് രഘുവംശമാണ്. ഞാൻ സെൽഫി ക്യാമറ എടുത്തേ. അപ്പോൾ തല തിരിഞ്ഞ് പോകും, അതായത് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഫീൽ ഉണ്ടാവില്ലേ, അതേപോലെ വെച്ചിട്ട് ഞാൻ പൊത്തിപ്പിടിച്ചേ. പിന്നീട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയത് ഇത് കറക്റ്റ് തന്നെയാണ് ക്യാമറയിൽ വന്നേക്കണമെന്ന് കേട്ടോ. അപ്പോൾ ഇത് വായിക്കുകയാണ്. ഇത് രഘുവംശത്തിൻ്റെ മലയാളം ബുക്കാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കുറച്ച് നമ്മൾ ഓൾറെഡി വായിച്ചിട്ടുണ്ട്. ഒരു 3-4 ശ്ലോകത്തോളം നമ്മളിത് ഓൾറെഡി വായിച്ചത് കാരണം കുറച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഏത് പേജ് വരെ എത്തിയെന്ന് ഞാനിങ്ങനെ മറിച്ച് നോക്കുകയായിരുന്നു. ലാസ്റ്റ് പേജ് കിട്ടിയിട്ടോ. അപ്പോഴും കുറച്ച് ദിവസമായി എൻ്റെ ഫ്രണ്ടിലത്തെ ഭാഗം വായിച്ചിട്ട്, അത് കാരണം എനിക്ക് കണക്റ്റ് ആവണില്ലേ കറക്റ്റായിട്ട്. അപ്പം ഞാൻ കറക്റ്റായിട്ട് ഇങ്ങനെ ബാക്ക് മറിച്ചിട്ട് ഇങ്ങനെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ ബാക്ക് മറക്കേണ്ടത്. ഞാൻ മറന്നുപോയി, ഇതിന് മുമ്പ് ഏത് ശ്ലോകമായിരുന്നു എന്താ അർത്ഥം ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അത് കാരണം കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഫ്രീ ടൈം എന്താ ചെയ്യാറ്? ഞാൻ ബുക്ക് വായിക്കും, അല്ലെങ്കിൽ ഫോൺ ഞെക്കും കേട്ടോ. റീൽസ് ഞാൻ പൊതുവേ എൻ്റെ ഫോണിൽ കാണില്ല, പക്ഷേ എൻ്റെ അപ്പുറത്തിരിക്കണം എൻ്റെ ഫ്രണ്ട് ഭയങ്കര റീൽസ് കാണാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ അവളുടെ ഫോണിൽ ഇടയ്ക്ക് എത്തിച്ച് നോക്കിയിട്ട് കാണാറുണ്ട്. പിന്നെ ഇവള് നല്ലൊരു സിംഗറാണ്. ഇവളിപ്പോൾ എന്തോ ഒരു റീൽസ് കണ്ടിട്ട് ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാനും കൂടെ ഏറ്റുപിടിച്ചതാണ്. പക്ഷേ എൻ്റെ പാട്ട് അത്ര കൊള്ളാത്ത കാരണം ഞാൻ വോയിസ് അങ്ങോട്ട് കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കൂടെ പാടി തകർക്കുകയാണ്. ഏത് പാട്ടായിരുന്നു? മറ്റേ ഫേമസ് പാട്ട്, സിനിമയത്തെ പാട്ടാണ് കേട്ടോ. ഏതാണെന്ന് ഗസ് ചെയ്തോളൂ. അപ്പം ഞാൻ അവളെ ഹായ് പറയാൻ വിളിക്കുകയാണ്. അപ്പോൾ ആ കൈ കണ്ടില്ലേ, ആ കൈ കണ്ട ആളാണ് എൻ്റെ കൂട്ടുകാരി ഗായത്രി. ഓക്കെ, അപ്പം ഞങ്ങളിങ്ങനെ ക്ലാസ് ടൈമിൽ ഭയങ്കര എന്താ പറയുക പാട്ടൊക്കെ പാടിയിരിക്കും. പക്ഷെ പിന്നെ ക്ലാസ്സിൽ അധികം ആരുമില്ല, ബാക്കിൽ 1-2 കുട്ടികളാണ്. അത് കാരണമാണ് ഇങ്ങനെ പാടി തകർക്കണത്. പിന്നെ അപ്പുറത്തെ ക്ലാസ്സിലത്തെ പിള്ളേർ ടൂറ് പോയിക്കുകയായിരുന്നു, വെച്ചാൽ സീനിയേഴ്സ് ടൂറ് പോയിക്കുകയായിരുന്നു. അത് കാരണം നമുക്ക് ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ജയിലൊന്നുമല്ല, എന്നാലും ഈ സൗണ്ട് ഉണ്ടാക്കി കോലാഹലം ഉണ്ടാക്കാൻ ഭയങ്കര സ്വാതന്ത്ര്യമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വീണ്ടും തിരിച്ച് നമ്മുടെ ബുക്കിലോട്ട് വന്നു, ബുക്ക് വായിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്തോ കടിച്ചു, അപ്പം ഞാൻ ചൊറിഞ്ഞതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ റീൽസ് എത്തിച്ച് നോക്കാൻ പോണതാണ് കേട്ടോ. ഇത് എന്തോ എനിക്ക് എന്നെ വിളിച്ച് കാണിച്ചു തന്നു. അപ്പം ഞാൻ നോക്കട്ടെ കൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും തിരിച്ച് വന്നു. ഇടയ്ക്കിടയ്ക്ക് എത്തിച്ച് നോട്ടം എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. ബാക്കി പിന്നെ നമ്മൾ ബുക്ക് വായിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ക്യാമറയിൽ നോക്കി, ഭംഗിയുണ്ടോ? ഭംഗിയുണ്ട്, ഓക്കെ ബാക്കി വായിക്കാം. അങ്ങനെ ജസ്റ്റ് ഫോർ എ ഫൺ. അങ്ങനെ നമ്മൾ വായന അവസാനിപ്പിച്ചു കേട്ടോ, മതിയാക്കി അങ്ങനെ. കാരണം വായിക്കൊരു മൂഡില്ല. അങ്ങനെ റീൽസൊക്കെ കണ്ട് ഫോണൊക്കെ ഞെക്കാനൊരു ത്വര വീണ്ടും വന്നിരിക്കുന്നു. അത് മാത്രമല്ല, ഈ പീരീഡ് കഴിയാറായി, അടുത്ത പീരീഡിൻ്റെ സാറ് വരാറായി. അപ്പോൾ നമുക്ക് എന്തായാലും അവസാനിപ്പിച്ചേക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം ഗൈസ്? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരേക്കും ബൈ ഗൈസ്, ടാറ്റ ബൈ.